പ്രിയ സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡിസംബർ 14 കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നടക്കുകയാണ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ തില്ലങ്കേരി ഡിവിഷനിൽ നിന്ന് ഞാൻ ജനവിധി തേടുകയാണ്. തില്ലങ്കേരി ഡിവിഷൻ ഒട്ടേറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ്. കർഷക പോരാട്ടങ്ങളുടെ സമര ഭൂമികയായിട്ടുള്ള മണ്ണാണ് തില്ലങ്കേരി. ആ തില്ലങ്കേരി ഡിവിഷനിൽ തന്നെയാണ് കുടിയേറ്റ ജനതയുടെ പ്രധാന കേന്ദ്രമാണ് ആറളം പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. മണ്ണിൽ അധ്വാനിച്ച് കനകം വിളയിച്ച കുടിയേറ്റ ജനതയുടെ പ്രവർത്തന കേന്ദ്രം കൂടിയാണ് തില്ലങ്കേരി. അതോടൊപ്പം സമൂഹത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആദിവാസി ജനതയുടെ പുനരധിവാസ മേഖല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസ കേന്ദ്രമായിട്ടുള്ള ആർല ഫാം ഈ തില്ലങ്കേരി മണ്ഡലത്തിനകത്താണ്. അപ്പം അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് തില്ലങ്കേരി എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ സമഗ്ര വികസനത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള, മുമ്പിൽ നിന്നും പ്രവർത്തിച്ചിട്ടുള്ള ഒരു തദ്ദേശ സ്ഥാപനമാണെന്ന് നമുക്കറിയാം. ആ ഒരു തദ്ദേശ സ്ഥാപനത്തിലേക്ക് ഈ ചരിത്ര ഭൂമികയുടെ പ്രതിനിധിയായി കടന്നു പോകാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ജില്ലാ പഞ്ചായത്തിലേക്ക് എൻ്റെ രണ്ടാമത്തെ ഊഴമാണ്. 2005 മുതൽ 10 വരെയുള്ള 5 വർഷക്കാലം ഇന്നത്തെ ഇരിട്ടി ഡിവിഷനിൽ നിന്നും തില്ലങ്കേരിയും ആറളം ഉൾപ്പെടെയുള്ള പായം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പ്രതികരിച്ചുകൊണ്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി കഴിഞ്ഞകാല സമരസംഘടനാ പ്രവർത്തനങ്ങളുടെ അനുഭവവും ആവേശവും മനസ്സിൽ സൂക്ഷിച്ച് ഈ മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് പരമാവധി പരിശ്രമിക്കുമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ ഉറപ്പ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നടപ്പിലാക്കി വികസനത്തിൻ്റെ ചരിത്ര വേഗം സൃഷ്ടിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആ വികസനത്തിനൊപ്പം നിൽക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ വിജയം ഉറപ്പുവരുത്താൻ മുഴുവൻ ആളുകളും മുന്നോട്ടേക്ക് വരണം. അതോടൊപ്പം തില്ലങ്കേരി മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന എന്നെയും ഗ്രാമ, ബ്ലോക്ക്, പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മുഴുവൻ ആളുകളോടും സവനയും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പിന്തുണയും സഹായവും ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.